ഗുണിച്ചോ ഹരിച്ചോ അല്ല ഇനി തലതിരിച്ചോ എങ്ങനെ വേണോ നോക്കിയാലും 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകുമ്പോൾ കേരളത്തിന് എത്ര കിട്ടണം? കേരളത്തിന് മിനിമം 40,000 കോടി രൂപ പോലും അനുവദിക്കുന്നില്ല. കേരളത്തിൽ ഹരണവും ഗുണനവും അറിയാവുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചാൽ പച്ച മലയാളത്തിൽ ജോർജ് കുര്യൻ എന്ന അസൽ സംഘി വെടിപ്പായി തന്നെ മറുപടി പറയുന്നുണ്ട്. കേരള പിന്നോക്കം എന്ന് പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ സഹായം നൽകാം അത്രേ. കേരളത്തെ പിന്നോക്കമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട നാറിയ തരംതാണ കളിയൊക്കെ അവന്മാർ കളിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാക്കാത്ത കുറച്ചു പേർക്ക് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. കേരളത്തിൽ നിന്നും കേന്ദ്രം പിരിക്കുന്ന 1 രൂപ നികുതിയിൽ നമുക്ക് തിരിച്ചു തരുന്നത് എത്രയാണെന്നറിയാമോ? 57 പൈസ. ഇനി ബീഹാറിനാണെങ്കിൽ 1 രൂപ ബീഹാർ കേന്ദ്രത്തിന് നികുതി കൊടുത്താൽ തിരിച്ച് എത്ര രൂപ കിട്ടും? 7 രൂപ 6 പൈസ, 706 പൈസ. അതായത് നമ്മളെപ്പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൈസയാണ് ബീഹാർ, UP, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത്. ആ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് യൂണിയൻ സർക്കാർ വീണ്ടും പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് അർഹതപ്പെട്ട പ്രോജക്റ്റുകൾ നൽകാതെ, നമുക്ക് അർഹതപ്പെട്ട വിഹിതം നൽകാതെ കേരളത്തെ സാമ്പത്തികമായി വലിഞ്ഞു മുറുക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്ര സംഘിമന്ത്രിമാരോട് പറയാനുള്ളത്, തൻ്റെയൊക്കെ പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സ്വത്തിൻ്റെ ഭാഗമല്ല കേരളത്തിന് ലഭിക്കേണ്ടത്. ഇവിടെ നിന്നും പിരിക്കുന്ന പണത്തിൽ നിന്നും മാന്യമായ വിഹിതം കേരളത്തിന് ലഭിക്കേണ്ടത് കേരളത്തിൻ്റെ അവകാശമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് കൂടിയുണ്ട്. കേന്ദ്ര കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷം കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്തെങ്കിലും ചെയ്തിട്ട് ലാഭം പിടിച്ചതൊന്നുമല്ല. ജലജീവൻ മിഷൻ, തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങി ജനങ്ങൾക്ക് നേരിട്ട് സഹായം ലഭിക്കുന്ന പദ്ധതികളിൽ നിന്നും വെട്ടിക്കുറച്ച തുകയാണ്, അല്ലെങ്കിൽ ചെലവഴിക്കാത്ത തുകയാണ്.